ഇതെന്താണെന്നറിയോ? ഇത് റേഷൻ കാർഡ് ഇന്ന് വരെ നിങ്ങൾ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടോ? ഞാൻ സാധനം മേടിക്കാറുണ്ട്. ഞാൻ അവിടെ ചെന്ന് തമ്പ് സാധനം മേടിക്കും. ഓ, അപ്പൊ നിനക്ക് തമ്പ് ചെയ്താലും റേഷൻ കാർഡിൽ സാധനം കിട്ടും. ഈ റേഷൻ കാർഡില് ആരാണെന്നറിയോ റേഷൻ കാർഡിന്റെ ഉടമസ്ഥൻ? അച്ഛനല്ലേ ആവേണ്ടത്. കാരണം അച്ഛനല്ലേ എല്ലാം കോർഡിനേറ്റ് ചെയ്ത്. അതെ എല്ലാം ഇത്രയും കാലം വീടൊക്കെ നോക്കി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി, കടമൊക്കെ പൈസക്ക് ബുദ്ധിമുട്ടുന്ന കടം വാങ്ങി നമ്മളെല്ലാം അടിച്ചു പൊളിച്ച് ജീവിച്ചപ്പോൾ ശരിയാണ്, ഞാനാണ് ഗൃഹനാഥൻ. പക്ഷെ സർക്കാർ അങ്ങനെ പറയുന്നില്ല. ഇത് ആരുടെ ഫോട്ടോയാ? നോക്ക്, കണ്ടു. ആണല്ലോ. ഇതിനകത്ത് എത്ര അംഗങ്ങളുണ്ട്? ഇതിൽ ഏറ്റവും അവസാനത്തെ പേര് ആരുടെയാ? എന്റെ പേര്. ആദ്യത്തെ പേര് ആരുടെയാ? ജോലി എന്താ? വീടിന്റെ ജോലി? വീട് ഭരണം അല്ല, ഗ്രഹഭരണം. അതെ, ഹൗസ് ഹോൾഡ് അഫേഴ്സ്. അപ്പൊ ഈ വീടിന്റെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ആരാ? ഉത്തരവാദിത്വം ആർക്കാ? അമ്മയ്ക്ക്. അതുകൊണ്ടാണ് അമ്മയുടെ മുഖത്തോട്ട് വയ്ക്കുക. കണ്ടോ, കുറച്ച് ദിവസമായിട്ട് എന്റെ ഭാര്യ വളരെ മൂഡ് ഓഫ് ആണ്. ഭാര്യ മാത്രമല്ല, മോനും ഇത്തിരി മൂഡ് ഓഫിലാണ്. ഒരു വീതം വെപ്പിനെ കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഇട്ടില്ലേ? അപ്പൊ അതിനുശേഷം ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ വീതം വെച്ച്, മോനൊരു വീതം, മോക്കൊരു വീതം, ഭാര്യയ്ക്കൊരു വീതം, ഈ വീതം വെപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയേ എന്തായാലും ഈ സർക്കാരൊക്കെ ഒരു അധികാരത്തിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് ഈ ഭരണമൊക്കെ ഇങ്ങനെ വീതം വെക്കത്തില്ല. അതുപോലെ വീതം വെപ്പൊക്കെ കഴിഞ്ഞു, ഇനി ഒരു ഭരണമാറ്റം ആവശ്യമല്ലേ. ഇപ്പം ഇതുവരെ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഞാനായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയ. പഴയ ഒരു റേഷൻ കാർഡിൽ എൻ്റെ പേരായിരുന്നു. സർക്കാർ വരെ പറഞ്ഞ് എന്തായാലും വീട്ടിലെ സ്ത്രീകളാണ് ഗൃഹനാഥ. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ഭരിച്ച് നിങ്ങളെ കൺട്രോൾ ചെയ്ത് എല്ലാം വന്ന് ഞാൻ തീരുമാനിച്ചു ഒന്ന് സ്ഥാനം ഒന്ന് ഒഴിഞ്ഞേക്കാം, ഞാനൊന്ന് റിലാക്സ് ചെയ്യണ്ടേ. ഇന്ന് എൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ? കഴിഞ്ഞ മാസം ഞങ്ങൾ ഓണത്തിന് തീരുമാനിച്ചു. ഇത്രയും കാലം ഞാൻ ഭരിച്ചുകൊണ്ട് വന്നു. അതെ, കഴിഞ്ഞ മാസം അല്ല, അത് പറയാൻ വരുന്നത്. കഴിഞ്ഞ മാസം തീരുമാനിച്ചു ഓണം വരുന്നു. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് മുമ്പായിട്ട് ഒരു ഭരണമാറ്റം, ചിങ്ങത്തോടു കൂടി ഭരണമാറ്റം തീരുമാനിച്ചിരുന്നു. അത് അളിയൻ അറിഞ്ഞല്ലോ അല്ലേ? അപ്പം ഭരണമാറ്റം എന്ന് പറയുന്നത് ഇത്രയും കാലം ഈ പറയുന്ന വിട്ട് ഈ കുടുംബത്തിലെ 4 അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ് ഞാൻ. എൻ്റെ അവസാനം എൻ്റെ പേര് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനും അവസാനത്തേക്കൊന്ന് വലിഞ്ഞു. ഇനി മേലാൽ ഈ വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ എല്ലാ മാസവും ഈ വീട്ടിലെ സാധനം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വന്ന് കറണ്ട് ബില്ല് അടച്ച്, ഇന്റർനെറ്റ് ബില്ല് അടച്ച്, എല്ലാ ബില്ലുകളും അടയ്ക്കും. എന്തൊരു സുഖമായിരുന്നല്ലേ, എന്തൊരു റിലാക്സേഷൻ ആയിരുന്നല്ലേ. അപ്പൊ കഴിഞ്ഞ മാസം മുതൽ ഞാനിങ്ങനെ ഭരണം ഇങ്ങനെ മാറിയിട്ട് ഇവിടുത്തെ തലപ്പത്ത് ഇപ്പൊ പ്രധാനമന്ത്രി അതുകൊണ്ട് പ്രധാനമന്ത്രി എൻ്റെ ഭാര്യ ചിത്രയാണ്. ആഭ്യന്തരവും മറ്റേ ഫൈനാൻസും എല്ലാം ഇവർ രണ്ടുപേരെ കൂടെ ഏൽപ്പിച്ചു, തുല്യമായിട്ട് വിധിച്ചു കൊടുത്തു. ഇത് ഉപഭോക്താവ് മാത്രമാണ്. ഇനി 4 വർഷം പഠിച്ചു കഴിയുമ്പോൾ ഈ ഉത്തരവാദിത്വം കുറച്ച് അങ്ങോട്ട് പോകും. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. അതായത് ഇവർക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ കാറിന്റെ ലൈസൻസ് 2 ഉണ്ട്, പക്ഷെ കാർ എടുക്കാൻ മടിയാ. ബില്ല് പാസ്സാക്കുന്നതില്ല, ഞാനില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ ചെറിയൊരു പങ്ക് ഈ വീതം വെപ്പ് പോലെ എൻ്റെ ഒരു പങ്ക് ഞാൻ ഇവിടെ അവിടെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. ഫിനാൻസ് മന്ത്രിയും കൂടാണ് ഇട്ട് കൊടുക്കും, ഇദ്ദേഹവും ഇട്ട് കൊടുത്തു. ഇവർ രണ്ടും കൂടാണ് രാവിലെ ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ച് വരും. അപ്പൊ ഇന്ന് വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്നറിയാമോ? രാവിലെ ഇവർ 3 പേരും കൂടെ പുറത്തൊരു സന്തോഷത്തോടെ ഒരുങ്ങി ടിപ്പ് ടോപ്പിൽ ഇറങ്ങി തിരിച്ചു കയറിയതോ കൂട്ടാടിയായിരുന്നു. ഞാൻ കണ്ടോണ്ടിരിക്കുക, എനിക്ക് സുഖമാണ്. ഇതിന് മുമ്പ് ഇവർ അറിയത്തില്ലായിരുന്നു. ഇവിടെ ഭയങ്കര അടിയായിരുന്നു. ഇവിടെ കണക്കിന് അവിടെ ഇന്ന പൈസ അവിടെ ചിലവായി, ഈ പൈസ ഇവിടെ ചിലവായി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിയായിരുന്നു. എന്തൊരു സുഖമെന്നറിയാം. ഇപ്പം സർക്കാരിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഈ ഗൃഹഭരണ സ്ത്രീകളെ ഏൽപ്പിച്ചതും അത് ഞാൻ അങ്ങോട്ട് പ്രാവർത്തികമാക്കിയതും ഈ കുടുംബത്തിൻ്റെ സന്തോഷം തിരിച്ചു കൊണ്ടതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് ഇവിടെ എല്ലാം ഇരുന്നത്. ഇപ്പം വന്ന വെറുതെയാണ് ഇതേ വേഷത്തിൽ പുറത്ത് പോയി ഞാൻ പിടിച്ചിരുത്തി വീഡിയോ എടുപ്പിച്ചതാണ്. അപ്പോൾ ഇത് നല്ല കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാ ഭാരം കൂടെ ആണുങ്ങളുടെ തലയിൽ വെച്ചിട്ട് ആണുങ്ങളാണ് സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, സെൻറ്റർ ഓഫ് ദ ഫാമിലി എന്നൊന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം ഒന്ന് മാറിക്കൊടുത്തിട്ട് ഈ ഭാരം മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അറിയാം ഇവിടെ കിടന്ന് കൂട്ടുപാടി നടക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞതാണ്. ഒരിക്കൽ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അച്ഛനാണ്. ഇതൊരു ഓണക്കാലം ആകുമ്പോൾ അമ്മയൊന്നും അറിയുന്നില്ല, ഞങ്ങളൊന്നും അറിയുന്നില്ല. മേശപ്പുറത്ത് വന്ന് ഇരുന്നാൽ മതി, അച്ഛൻ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരും, ഞങ്ങൾ കഴിക്കും. ഒരു ദിവസം അച്ഛനെ ആരോടും പറയാതങ്ങ് മൗനമായതാണ്. ഒരു ആക്സിഡൻറ്റിൽ അച്ഛന് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ അന്ന് അച്ഛൻ്റെ ആ ഒരു മൗനം ഞങ്ങളുടെ വീട്ടിനെ വല്ലാതെ ബാധിച്ചു. അടുത്ത ഓണം വന്നപ്പം എന്ത് വാങ്ങണം, വീട്ടിലേക്ക് സാധനം എങ്ങനെയാണ്, എവിടെ നിന്ന് വാങ്ങി, എങ്ങനെയാണ് വീട് റൺ ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം എൻ്റെ ജീവിതം ഇങ്ങനെ അഡ്രസ്സില്ലാത്ത എഴുത്ത് പോലെ അവിടെ എവിടെയൊക്കെ കറങ്ങി നടന്നത്. അന്ന് ഞാൻ ചിന്തിച്ചാണ് എനിക്കൊരു കുടുംബമാകുമ്പോൾ അവരെ ഒരു സ്റ്റേബിളാക്കി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ അവരെ കൂടെ പഠിപ്പിക്കണം എങ്ങനെ ജീവിതം റൺ ചെയ്യാമെന്ന്. അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അതുകൊണ്ട് ഈ ഓണത്തിന് എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നതും ചെയ്തതും ഒക്കെ ഇവർ രണ്ടുപേരോടാണ്. ഇന്നലെ ഉപ്പേരി വറക്കാൻ ഞാൻ കൂടെ നിന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും ഒരു ഈ സഹകരണ മന്ത്രി മാത്രമാണ് ഞാനിപ്പോൾ.
അപ്പോൾ എന്തായാലും സന്തോഷത്തോടു കൂടിയാണ് ഇവരും അത് ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാം, എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ മാത്രം എടുക്കണമെന്നില്ല. അതൊന്ന് വീതിച്ചു കൊടുത്താൽ ജീവിതം അവരോട് പഠിക്കട്ടെ, എന്നാലേ ജീവിതത്തിന് സുഖമുണ്ടാവും. ഇപ്പോൾ തൽക്കാലം ഇവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഗ്രാജുവലി അവർ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഒരു വീടിൻ്റെ ഉത്തരവാദിത്വം ഒരു ഗൃഹനാഥൻ, ഒരു ആണായി, അച്ഛനായി എന്ന് കരുതിയിട്ട് നമുക്ക് ജീവിതം മുമ്പോട്ട് കിടക്കുക. എനിക്കുകൊണ്ട് സ്വപ്നങ്ങൾ ഇനിയും നേടിയെടുക്കാൻ ഒരുപാട്. ഈ സത്യയെ പോലെ തന്നെ അഭിരാമയെ പോലെ തന്നെ ഞാനും ഇപ്പോൾ ഒരു ചൈൽഡാണ്. എനിക്കും എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ഏജിങ് ഈസ് എ മെച്യൂരിറ്റി, അതറിയോ? ഇറ്റ്സ് നോട്ട് ഡീക്കേയിങ്. നമ്മൾ പ്രായമാണെന്ന് വെച്ചാൽ ചെയ്യലല്ല, അത് മെച്യൂരിറ്റിയിലേക്ക് എത്തുകയാണ്. നീ വിചാരിക്കുന്ന ഇപ്പം നിനക്ക് 22 വയസ്സുള്ള, നീ 23 വയസ്സുള്ള, നീ അങ്ങ് എല്ലാം, നീ ഈ ലോകത്തിൻ്റെ അങ്ങ് എല്ലാം നിനക്ക് അറിയാവുന്നതാണ്. പക്ഷെ നീ അടുത്ത തലമുറ 16 വയസ്സുള്ള ആട് മുമ്പ് നീ കിളവരായി. മനസ്സിലായോ? നീ എന്നെ പ്രായമായെന്ന് പറഞ്ഞില്ലേ? 16 വയസ്സുള്ള കൊച്ചിന് മുമ്പ് 23 വയസ്സുള്ള നീ കിളവനാ. അപ്പം ഈ ജീവിതത്തിൻ്റെ ഒരു ചക്രം അങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു യാത്രയിലുമാണ്. എന്തായാലും ഈ ജീവിതം ഇപ്പം എന്തായാലും സന്തോഷത്തോടെ പോവുകയാണ്. ഇനി സർവേശ്വരൻ കൂടുതൽ സന്തോഷങ്ങൾ തരട്ടെ. ഇതിലൂടെ നിങ്ങൾക്കും എന്തെങ്കിലും ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഓണത്തിന് ഞങ്ങളുടെ ഓണ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സാധനമൊക്കെ വാങ്ങി ഉപ്പേരിയൊക്കെ വറുത്തു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതിനായിട്ട് നോക്കിയിരിക്കും എങ്ങനെ തീർക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.